Hello friends, welcome back to our channel sptechvlogs. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഒരു CCTV ഡെസ്ക്ടോപ്പ് ഓൺലൈൻ കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ ഒരു മൊബൈൽ കോൺഫിഗറേഷൻ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ CCTV കോൺഫിഗറേഷൻസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കാണാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹൈക്വിഷന്റെ ഡിവൈസ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ivms എന്നാണ് സോഫ്റ്റ്വെയറിന്റെ പേര്. ആദ്യം സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. അതിനായി ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ ivms 4200 ക്ലയന്റ് എന്ന പേര് സെർച്ച് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ആദ്യം കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഹൈക്വിഷന്റെ സോഫ്റ്റ്വെയർ ബ്രൗസർ പേജ് ഓപ്പൺ ആവും. ആ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നാൽ ivms 4200 വേർഷനും അതുപോലെ ivms 4200 മാക് വേർഷനും ലഭ്യമാണ്. അതിൽ OS വേർഷൻ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ആവുന്ന നോട്ടിഫിക്കേഷൻ താഴെ വരും. ഇനി ഡൗൺലോഡ് ലിസ്റ്റിനകത്ത് കയറിയും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓരോ CCTV കമ്പനികൾക്കും അവരുടേതായ ഡെസ്ക്ടോപ്പ് PC സോഫ്റ്റ്വെയർ ലഭ്യമാണ്. അത് അനുസരിച്ച് വേണം ഡൗൺലോഡ് ചെയ്യാനായി. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡായി. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ആദ്യം തന്നെ ലൈസൻസ് അഗ്രി ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അഗ്രി ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പായി കുറച്ച് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ഇൻസ്റ്റാളേഷൻ ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഏത് ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ആവുക എന്നത്. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്. ഹൈക്വിഷന്റെ ഏത് മോഡൽ NVR DVRനും ഈ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ആവുന്നതാണ്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ്, ഫിനിഷ് കൊടുക്കുക. ഇനി നമുക്ക് ബ്രൗസറിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ivms ക്ലയന്റ് എന്ന സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഈ സോഫ്റ്റ്വെയറിന്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സുകൾ കൂടെ ബാക്കിയുണ്ട്. ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. നമുക്ക് വേണ്ട യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. ഈ അക്കൗണ്ട് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ മാത്രമാണ്. ഇതൊരു യൂസർ അക്കൗണ്ട് ആണ്. ഒരു പാസ്വേഡ് സ്ട്രോങ് ആവാൻ വേണ്ടി ആൽഫബറ്റ്സ്, ന്യൂമറിക്സ് ആൻഡ് സിംബൽസ് ആഡ് ചെയ്യുക. ഓട്ടോ ലോഗിൻ എനേബിൾ ചെയ്ത് ലോഗിൻ ചെയ്യുക. ഓട്ടോ ലോഗിൻ എനേബിൾ ചെയ്താൽ ഓരോ തവണ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോഴും പാസ്വേഡ് ചോദിക്കത്തില്ല. പാസ്വേഡ് പ്രൊട്ടക്ഷന്റെ ഭാഗമായി കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരം നൽകുക. ചോദ്യങ്ങളെല്ലാം ഓപ്ഷണൽ ആണ്. ചോദ്യം മാറ്റാവുന്നതാണ്. ഈ ഒരു പ്രോസസ് പാസ്വേഡ് മറന്ന് ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ സഹായമാവും. ഇത്രയും കൊടുത്ത് ഇൻസ്റ്റാളേഷൻ കൊടുത്താൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പൂർണ്ണമാവും. ഇനി സോഫ്റ്റ്വെയറിന്റെ മെയിൻ മെനു ഇന്റർഫേസ് ഓപ്പൺ ആയി വരും. ഇനി മെയിൻ വ്യൂ ഓപ്പൺ ആയി നോക്കിയാൽ ക്യാമറ വിഷ്വൽസ് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. കാരണം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഡിവൈസ് ആഡ് ചെയ്തിട്ടില്ല. ഡിവൈസ് ആഡ് ചെയ്യാനായി ഡിവൈസ് മാനേജ്മെന്റിൽ ക്ലൗഡിന്റെ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ റീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യൂസർ നെയിം പാസ്വേഡിന്റെ ഓപ്ഷൻ ഓപ്പൺ ആയി വരും. ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ രജിസ്റ്റർ ചെയ്ത യൂസർ നെയിം പാസ്വേഡ് ആണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. യൂസർ നെയിം, പാസ്വേഡ്, വെരിഫിക്കേഷൻ കോഡ് എന്നിവ വെച്ച് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാൻ അറിയില്ല എങ്കിൽ ഇതിനു മുൻപ് രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത അക്കൗണ്ട് ആണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. യൂസർ നെയിം, പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഡിവൈസ് മാനേജ്മെന്റിൽ നമ്മുടെ ഡിവൈസ് ആഡ് ആയതായി കാണിക്കും.
ഡിവൈസ് സ്റ്റാറ്റസ് ഓൺലൈൻ ആയിരിക്കും. ആഡ് ചെയ്തതിൽ വല്ല എറർ ഉണ്ടെങ്കിൽ വാർണിംഗ് മെസ്സേജ് ആയിരിക്കും കാണിക്കുന്നത്. നമ്മുടെ ഡിവൈസ് സക്സസ് ആണ്. ഇനി മെയിൻ വ്യൂവിൽ പോവാം. അവിടെ ഡിവൈസ് ആഡ് ആയിരിക്കുന്നത് കാണാം. ആ പ്ലേ ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ക്യാമറ വിഷ്വൽസ് കാണാവുന്നതാണ്. ഇതൊരു 4 ചാനൽ DVR ആയതുകൊണ്ട് തന്നെ 4 ക്യാമറയുടെ വർക്കിംഗ് ആയിരിക്കുന്നത് നമുക്കിവിടെ കാണാം. താഴെ മൾട്ടി വ്യൂവിംഗ് ഓപ്ഷൻ, അതുപോലെ ഫുൾ സ്ക്രീൻ ഓപ്ഷൻ, അതുപോലെ ഇമേജ് ക്യാപ്ചറിംഗ്, വീഡിയോ ക്യാപ്ചറിംഗ് ഓപ്ഷൻസ് എല്ലാം ലഭ്യമാണ്. ഡിവൈസ് മാനേജ്മെന്റിൽ ക്യാമറ ആൻഡ് DVR കോൺഫിഗറേഷൻസ് ചെയ്യാനായി സാധിക്കും. DVRലും NVRലും ചെയ്യുന്നത്ര ഇല്ലെങ്കിലും ഒരു 40% സെറ്റിംഗ്സും കോൺഫിഗറേഷൻസും നമുക്ക് ഈ സോഫ്റ്റ്വെയറിലും അതുപോലെ മൊബൈൽ സോഫ്റ്റ്വെയറിലും ചെയ്യാനായി സാധിക്കും. അതുപോലെ മെയിൻ മെനുവിൽ നിന്ന് റിമോട്ട് പ്ലേബാക്ക് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഹാർഡ് ഡിസ്കിലെ റെക്കോർഡായ വീഡിയോസ് കാണാനായി സാധിക്കും. ഇനി ആ ക്യാമറ വിഷ്വൽസ് നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യുക. ഡിവൈസ് ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഡിവൈസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ആദ്യം മുതൽ രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും. CCTV ഡെസ്ക്ടോപ്പ് ഓൺലൈൻ കോൺഫിഗറേഷൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ CCTVയെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഔട്ട് SP.